ഓൺലൈനിൽ നിന്നും പണം സമ്പാദിക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ആമസോണിലെ പ്രൊഡക്റ്റ് ലിങ്കുകൾ ഷെയർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സാധാരണ ആമസോൺ സൈറ്റുകളിൽ നിന്നും കോപ്പി ചെയ്ത് ലിങ്കുകൾ ഷെയർ ചെയ്താൽ ഒരിക്കലും നമുക്ക് ക്യാഷ് കിട്ടില്ല. അതിനായി നമ്മൾ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എങ്ങനെ പുതിയൊരു ആമസോൺ അസോസിയേറ്റ് അക്കൗണ്ട് ശരിയായ രീതിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാം എന്നീ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആമസോണിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഫോൺ ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഒന്നെങ്കിൽ ആമസോൺ അസോസിയേറ്റ്സ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുക. അതല്ലെങ്കിൽ affiliate-program.amazon.in എന്ന് കൊടുത്ത് സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് ആമസോണിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം വെബ്സൈറ്റ് ഇതുപോലെ ഓപ്പൺ ആകും. ഇനി നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൻറ്ററിൽ കാണുന്ന സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ എന്ന ഈ പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ എൻ്റർ ചെയ്ത് കൊടുക്കുക. മിക്ക പേരും ആമസോണിൽ നിന്നും ഷോപ്പിംഗ് ചെയ്യുന്നവരായിരിക്കും. ആ ഷോപ്പിംഗ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അക്കൗണ്ട് ഇല്ലെങ്കിൽ താഴെ കാണുന്ന ക്രിയേറ്റ് യുവർ ആമസോൺ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ആമസോൺ അക്കൗണ്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഈ പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റിംഗ് യുവർ ആമസോൺ അസോസിയേറ്റ്സ് അക്കൗണ്ട് എന്ന ഈ പേജ് ഓപ്പൺ ആകും. ഇനിയാണ് ആമസോൺ അസോസിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് 4 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് അക്കൗണ്ട് ഇൻഫർമേഷൻ ആണ്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള പേരും അഡ്രസ്സും ഫോൺ നമ്പറുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ മാറ്റണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഡിഫറെൻറ്റ് അഡ്രസ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും ഇവിടെ കൊടുക്കണം. ഞാൻ മുൻപ് കൊടുത്ത അഡ്രസ്സിൽ ചേഞ്ച് ചെയ്യാനുള്ളത് കൊണ്ട് സെലക്ട് ഡിഫറെൻറ്റ് അഡ്രസ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ഇനി അടുത്ത ഓപ്ഷനായ ഹൂ ഈസ് ദ മെയിൻ കോണ്ടാക്ട് ഫോർ ദിസ് അക്കൗണ്ട് എന്നതിന് ദ പേ ലിസ്റ്റഡ് എബോവ് എന്ന് കൊടുക്കുക. അടുത്ത ഓപ്ഷനാണ് ഫോർ US ടാക്സ് പർപ്പസസ് ആർ യു എ US പേഴ്സൺ. ഇവിടെ നമ്മൾ നോ എന്ന് കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പായ യുവർ വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്സ് എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ലിങ്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്കും മൊബൈൽ ആപ്പിൻ്റെ URL ലിങ്കും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതിലൂടെയെല്ലാം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കണം. ഇവിടെ നമുക്ക് 50 വെബ്സൈറ്റിൻ്റെയും മൊബൈൽ ആപ്പിൻ്റെയും ലിങ്ക് വരെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നത്. ലിങ്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ലിങ്ക് ആഡ് ചെയ്യേണ്ടത്. മിനിമം ഒരു ലിങ്ക് എങ്കിലും നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്യണം. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പായ പ്രൊഫൈൽ എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് നമ്മുടെ സ്റ്റോറിന് ഒരു സ്റ്റോർ ID കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു പേര് ഇവിടെ കൊടുത്താൽ മതി. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. സ്റ്റോർ ID കൊടുത്തതിന് ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം ഈ കോളത്തിൽ കൊടുക്കണം. അതായത് നമ്മുടെ വെബ്സൈറ്റ് എന്തിനെ കുറിച്ചാണ്, എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് നമ്മുടെ വെബ്സൈറ്റിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു ചെറിയ വിവരണം ഇവിടെ കൊടുത്താൽ മതി. അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള ടൈപ്പുകളിൽ ഏത് ടൈപ്പിൽ പെട്ടതാണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കണം. ഞാൻ സോഷ്യൽ മീഡിയ പേജ് എന്നതാണ് സെലക്ട് ചെയ്യുന്നത്.
അടുത്ത ഓപ്ഷൻ വരുന്നത് ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന ചോദ്യമാണ്. നിങ്ങൾ എങ്ങനെയാണോ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത് അതിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഫ്രം ദി Amazon.in സൈറ്റ് എന്നതാണ് ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച താഴത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആമസോൺ അസോസിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പേജിൽ നമ്മുടെ അസോസിയേറ്റ് ID കാണുവാൻ സാധിക്കും. ഇവിടെ താഴെ എൻ്റർ യുവർ പേയ്മെൻറ്റ് ആൻഡ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് കാണാം. പേയ്മെൻറ്റും ടാക്സ് ഇൻഫർമേഷനും ഇപ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല, പിന്നീട് കൊടുത്താലും മതി. നിങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൽക്കാലം ഇപ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം പിന്നീട് ചെയ്താൽ മതി എന്നതുകൊണ്ടും വീഡിയോയുടെ ലെങ്ത് കുറക്കാനും വേണ്ടിയാണ് പേയ്മെൻറ്റിൻ്റെയും ടാക്സ് ഇൻഫർമേഷൻ്റെയും ഭാഗം ഒഴിവാക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭാഗത്തിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റായി അറിയിച്ചാൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ പിന്നീട് ചെയ്യുന്നത് കൊണ്ട് ലേറ്റർ എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ആമസോൺ അസോസിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയായിരിക്കും കാണുവാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ഷെയർ ചെയ്ത ലിങ്കിന് എത്ര ക്ലിക്ക് വന്നിട്ടുണ്ട്, എത്ര പേര് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ കാര്യം എത്ര രൂപ നമുക്ക് കമ്മീഷൻ വന്നിട്ടുണ്ട് എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാനാകും. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് Amazon.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആമസോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിൽ സൈറ്റ് സ്ട്രിപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇവിടെയാണ് പ്രൊഡക്റ്റുകളുടെ കമ്മീഷൻ ശതമാനവും അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചെരുപ്പിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ് എനിക്ക് വേണ്ടതെങ്കിൽ ആദ്യം പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ പേജ് ഓപ്പൺ ആകും. ഇനി മുകളിലെ സൈറ്റ് സ്ട്രിപ്പ് ബാറിൽ കാണുന്ന ഗെറ്റ് ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു കോളം വരും. ഈ കോളത്തിൽ നമുക്ക് കോപ്പി ചെയ്യാനുള്ള അഫിലിയേറ്റ് ലിങ്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഫുൾ ലിങ്ക്, ഷോർട്ട് ലിങ്ക് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ ഉണ്ടാകും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക് ഏതാണോ അത് ഇവിടെ നിന്നും കോപ്പി ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും കോപ്പി ചെയ്യുന്ന ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ കൊണ്ടുപോയി ഷെയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.